ഇത് മിയ മറിയ, സുമനസ്സുകളുടെ കാരുണ്യം തേടുന്ന SMA രോഗം ബാധിച്ച ഒരു കുഞ്ഞ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നുന്ന ഒരു വാർത്ത. എന്തിനായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനോട് ഈ ക്രൂരത? മിയ എന്ന പിഞ്ചു കുഞ്ഞിന് SMA എന്ന രോഗാവസ്ഥയാണ്. ഇതൊരു ജനിതക രോഗമാണ്. പേശികളുടെ ബലക്കുറവിന് കാരണമാകുന്ന സ്പൈനൽ മസ്കുലർ അത്രോഫി എന്ന അവസ്ഥ, അതായത് SMA. എന്താണ് SMA? നാഡീകോശങ്ങളും മോട്ടോർ ന്യൂറോണുകളും നശിക്കുന്നതിലൂടെ പേശികൾക്ക് ബലം കുറയുകയും ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. സാധാരണയായി ഇത് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ഏകദേശം 10,000-ൽ ഒരു കുട്ടിക്കെന്ന നിലയിൽ ഈ രോഗം ഉണ്ടാകാം. രോഗത്തിൻ്റെ തീവ്രത എന്ന് പറയുകയാണെങ്കിൽ പ്രായം കൂടുന്തോറും ഈ രോഗാവസ്ഥ കൂടുതൽ ഗുരുതരവും അപകടകരവുമാകുന്നു. പരിഹാരം ഒന്നുമാത്രം: ജീൻ തെറാപ്പി. ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കു വേണ്ടി മാതാപിതാക്കളായ ജിനുവും നിമ്മിയും ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വിദേശത്തു നിന്നും മെഡിസിൻ കൊണ്ടുവരണം. അതിന് ഏകദേശം 16 കോടി രൂപയോളം വരും. ഈ ജീൻ തെറാപ്പി ചെയ്താൽ മാത്രമേ 7 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ. SMA എന്ന അസുഖം ബാധിച്ച മിയ എന്ന കുഞ്ഞിന് ശ്വസിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയില്ല. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത്. നിമ്മി പറയുന്നു, കുഞ്ഞു മുഖം നോക്കി ചിരിക്കുമ്പോൾ തിരിച്ചു ചിരിക്കാൻ പോലും കഴിയാറില്ലെന്ന്. മിയയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ PK ജോസ്, അമ്മ നിമ്മി ജോഷി എന്നിവർ ചേർന്ന് ഒരു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ നാട് മുഴുവൻ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം. അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുത്തിരിക്കുന്നു. നമുക്കും ഒന്നു ചേരാം ഈ കുഞ്ഞു മാലാഖയുടെ ജീവൻ രക്ഷിക്കുവാൻ.